إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم أولا بتقوى الله عز وجل. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ നിയമനിർദ്ദേശങ്ങളൊക്കെയും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ടും തന്നെ മരണം വരെയും ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ശക്തമായ ഭാഷയിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കുമേകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ച മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ ആനന്ദമുള്ള, അവർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മാസമാണ് റമദാൻ മാസം. സത്യവിശ്വാസികളുടെ ആത്യന്തിക ലക്ഷ്യമായ സ്വർഗത്തിലേക്ക് കുറെ അടുക്കാനും നരകത്തിൽ നിന്ന് കൂടുതലായി അകലാനും അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ
അത് അല്ലാഹു പൊറുത്തു തരാനും നരകത്തിലേക്ക് ആദ്യം പ്രവേശിച്ച് ശിക്ഷ അനുഭവിച്ച ശേഷം സ്വർഗത്തിലേക്ക് പോകാൻ കാരണമായ ഒരുപാട് നരകവാസികൾക്ക് അത് മാറി ആദ്യം തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ, സ്വർഗവാസികളാകാൻ അവസരം ലഭിക്കുന്ന മഹത്തായ മാസമാണ് റമദാൻ മാസം. നമുക്കിനി ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ആ റമദാനിലേക്ക് നാം കിടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആ റമദാനിലേക്ക് എത്തിക്കട്ടെ. ആ റമദാനിൻ്റെ എല്ലാ നന്മകളും നേടിയെടുക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും ഏകി അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇസ്ലാം പടുത്തുയർത്തിയ 5 തൂണിൽ ഒന്ന് റമദാനിലെ നോമ്പാണ്. ആ റമദാനാണ് നമ്മിലേക്ക് വരുന്നത്. റമദാൻ മാസത്തിലെ നോമ്പ് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ്. ഒന്നാമത്തേത് 2 ഷഹാദത്താണ്, രണ്ടാമത്തേത് 5 നേര നിസ്കാരമാണ്, 3 സക്കാത്താണ്, 4 റമദാനിലെ നോമ്പാണ്. ആ റമദാനിലെ നോമ്പ് പിടിക്കൽ ഓരോ സത്യവിശ്വാസിയുടെ മേലും നിർബന്ധ ബാധ്യതയാണ്, വാജിബാണ്. മതം അനുവദിച്ച ഇളവുകളില്ലാത്ത ഓരോ സത്യവിശ്വാസിയും, മുസ്ലിമായ പുരുഷനും സ്ത്രീയും ആ നോമ്പെടുക്കൽ നിർബന്ധമാണ്. അങ്ങനെ വിശ്വസിക്കണം. ആ വിശ്വാസം അവിടെ ശരിയാകണം. അതൊന്നാമത്തെ ഭാഗമാണ്. ആ വിശ്വാസം ശരിയായിക്കൊണ്ടാണ് അവൻ നോമ്പെടുക്കേണ്ടത്. നോമ്പെടുക്കൽ നിർബന്ധമാണ്. അള്ളാഹു മുസ്ലിമിൻ്റെ മേൽ നിർബന്ധ ബാധ്യതയാക്കിയ ഒന്നാണ് റമദാനിലെ നോമ്പ് എന്നുള്ളത്. ആ വിശ്വാസത്തിൻ്റെ ഭാഗം നമ്മൾ ശരിയാക്കണം. അത് ശരിയാകാതെ നോമ്പെടുത്തത് കൊണ്ട് അവനൊരു ഉപകാരവും ലഭിക്കില്ല. റമദാനിലെ നോമ്പ് നിർബന്ധമില്ല എന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസത്തോടുകൂടി അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകും. പിന്നെ അവൻ നോമ്പെടുത്തത് കൊണ്ട് അവന് ഉപകാരം ലഭിക്കില്ല. അപ്പം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗം ഒന്നാമത് നമ്മൾ ശരിയാക്കണം. റമദാനിലെ നോമ്പ് ഓരോ മുസ്ലിമിൻ്റെ മേലും എടുക്കൽ, നോമ്പ് പിടിക്കൽ നിർബന്ധ ബാധ്യതയാണ്, വാജിബാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ റമദാനിലെ നോമ്പ് നിർബന്ധ ബാധ്യതയാണ് എന്നതിനു പുറമെ റഹ്മാനായ റബ്ബ്, കാരുണ്യവാനായ അള്ളാഹു റമദാനിൽ വമ്പിച്ച പ്രതിഫലങ്ങളാണ് മുഅ്മിനീങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ആ റമദാനിൽ നോമ്പ് കൂടിയുണ്ട്. റമദാൻ മാസത്തിന് റമദാനിൻ്റെതായ കുറേ ശ്രേഷ്ഠതകളുണ്ട്, നോമ്പിന് നോമ്പിൻ്റെതായ കുറേ ശ്രേഷ്ഠതകളുണ്ട്. നോമ്പ് റമദാനിലായി എന്നതുകൊണ്ടല്ല റമദാൻ ഇത്രയേറെ ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ടത്. അല്ലെങ്കിൽ നോമ്പിന് നോമ്പിൻ്റെതായ കുറേ ശ്രേഷ്ഠതകളുണ്ട്, അത് റമദാനിൽ വന്നതുകൊണ്ട് മാത്രവുമല്ല. നോമ്പ് എല്ലാ സമയത്തും എല്ലാ ദിവസങ്ങളിലും, മതം വിലക്കിയിട്ടില്ലാത്ത എല്ലാ ദിവസങ്ങളിലും നോമ്പെടുക്കൽ അനുവദനീയമാണ്. നിർബന്ധമായി എടുക്കേണ്ട ഒന്നാണ് റമദാനിലെ നോമ്പ്. അതല്ലാത്ത സമയത്ത് സുന്നത്തായ നോമ്പുകൾ നമുക്കെടുക്കാം. അങ്ങനെ നോമ്പെടുക്കുന്നതിന് വളരെ വലിയ പ്രതിഫലങ്ങൾ അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. നോമ്പ് എന്ന സ്വതന്ത്രമായ ഇബാദത്ത്, അതിൻ്റെതായ കുറേ പ്രതിഫലങ്ങളുണ്ട്. അത് കൂടാതെ തന്നെ റമദാനിന് റമദാൻ മാസത്തിൻ്റെതായ കുറേ പ്രതിഫലങ്ങളുണ്ട്. നോമ്പിന് നോമ്പിൻ്റെതായ സ്വതന്ത്രമായ കുറേ ശ്രേഷ്ഠതകളുണ്ട്. റമദാനിന് റമദാനിൻ്റെതായ കുറേ ശ്രേഷ്ഠതകളുണ്ട്. നോമ്പ് റമദാനിലാണെങ്കിലും അല്ലെങ്കിലും നോമ്പ് പിടിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന് പറഞ്ഞ ശ്രേഷ്ഠതകളൊക്കെ നമുക്ക് ലഭിക്കും. റമദാനിന് നോമ്പ് നിർബന്ധമായി, ഇനി നോമ്പില്ലെങ്കിൽ തന്നെ റമദാനിൻ്റെതായ കുറേ ശ്രേഷ്ഠതകൾ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇരട്ടി മധുരം. ഈ 2 ശ്രേഷ്ഠതകളും ഈ 2 മഹാകർമ്മങ്ങളും സമ്മിശ്രമാകുന്ന ഒരു സന്ദർഭത്തിലേക്കാണ് നാം പോകുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ ആദ്യമായി നോമ്പിൻ്റെ കുറേ ശ്രേഷ്ഠതകൾ നമുക്ക് മനസ്സിലാക്കാം. ശേഷം ഈ ശ്രേഷ്ഠതകളൊക്കെ ഉള്ളതോടുകൂടി റമദാൻ മാസം നമ്മിലേക്ക് വരികയാണ്. റമദാനിൻ്റെതായ ശ്രേഷ്ഠതകളുണ്ട്. ഇതിനൊന്നും കുറവ് വരാതെ ഇതോടൊപ്പം റമദാനും കൂടി നമുക്ക് വരികയാണ്. നോമ്പിനെ പറ്റി എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്.
عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم كل عمل ابن آدم يضاعف الحسنة 10 أمثالها إلى 700 ضعف. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? കുല്ലു അമലി ബിനി ആദം, ആദം സന്തതികളുടെ എല്ലാ സൽക്കർമ്മവും അള്ളാഹുവിൽ വിശ്വസിച്ച് പരലോകം പ്രതീക്ഷിച്ച് അവൻ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും യുദാഅഫ്, അള്ളാഹു ഇരട്ടിപ്പിക്കും. യുദാഅഫുൽ ഹസന, നന്മയെ അള്ളാഹു ഇരട്ടിപ്പിക്കും. എത്ര? 10 അംസാലിഹ, ഒരു നന്മയുടെ 10 മടങ്ങ്, 10 തവണ. അംസാൽ എന്ന് പറഞ്ഞാൽ അതുപോലെ, ഒരു നന്മ ചെയ്താൽ അതുപോലത്തെ 10 നന്മയായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരട്ടി. അത് റമദാനിൽ മാത്രമല്ല കേട്ടോ, എപ്പോഴും ഒരു നന്മയെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലത്തിൽ അത് 10 തവണ ചെയ്തതുപോലെയാക്കും. ഇലാ 700 ളഅഫിൻ, 700 വരെ. വേറെ ചില ഹദീസുകളിൽ കാണാം അതിലേറെ ഇരട്ടി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന നന്മകളെ പ്രതിഫലത്തിൽ ഇരട്ടിപ്പിക്കുമെന്ന് സാരം. ആ ഇരട്ടിപ്പിക്കലിൻ്റെ ഏറ്റവും ചെറിയ അളവാണ് 10 അംസാൽ, 10 തവണ എന്നുള്ളത്. 10 നന്മ പോലെ അള്ളാഹു ആക്കുന്നുണ്ട്. എത്ര വലിയ ശ്രേഷ്ഠതയാണ് സഹോദരങ്ങൾ! അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിൻ്റെ എത്ര വലിയ ഔദാര്യമാണ്. ഒരു നന്മ, ഒരു സുബ്ഹ് നിസ്കാരം നിസ്കരിച്ചാൽ അത് 10 തവണ നിസ്കരിച്ച മാതിരി. ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ പ്രതിഫലത്തിൽ 10 സുബ്ഹാനല്ലാഹ് പറഞ്ഞ പോലെ ഏറ്റവും കുറഞ്ഞത്. പിന്നെ ആ പറഞ്ഞവൻ്റെ ഇഖ്ലാസും അവൻ അതിനു വേണ്ടി അനുഭവിച്ച മറ്റ് പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനനുസരിച്ച് അവൻ്റെ നന്മയെ അള്ളാഹു ഇരട്ടി കൊടുക്കും. ഇത് നമ്മൾ നോമ്പിലേക്ക് തെറ്റിച്ച് നോക്കുമ്പോൾ, ഒരു ദിവസം നോമ്പെടുത്താൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം പ്രതീക്ഷിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു ദിവസം നോമ്പെടുത്താൽ അതിന് 10 നോമ്പെടുത്ത പോലത്തെ പ്രതിഫലം. അവൻ്റെ ഇഖ്ലാസും അവൻ്റെ മറ്റ് പ്രയാസങ്ങളും അനുസരിച്ച് അതിൻ്റെ ആ നന്മയുടെ പ്രതിഫലം അള്ളാഹു ഇങ്ങനെ ഇരട്ടിപ്പിക്കും. എന്നിട്ട് ഹദീസിൽ ബാക്കി ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാല അല്ലാഹു അസ്സ വജൽ, അള്ളാഹു പറഞ്ഞു, ഇല്ല സൗം, നോമ്പൊഴികെ എല്ലാ അമലിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരട്ടിക്കുമെന്ന് ആദ്യം പറഞ്ഞു. എല്ലാ നന്മയും അള്ളാഹു ഒരു നന്മ ചെയ്താൽ അത് 10 തവണ ചെയ്തതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ അള്ളാഹു ഇരട്ടിപ്പിക്കും. ഇല്ല സൗം, നോമ്പൊഴികെ, അതിന് അള്ളാഹു പ്രത്യേകമാക്കി. ഫഇന്നഹു ലീ, ആ നോമ്പ് എനിക്കുള്ളതാണ്. വ അന അജ്സി ബിഹി, അതിൻ്റെ പ്രതിഫലം ഞാൻ കൊടുക്കും. ഇല്ല സൗം, നോമ്പൊഴികെ. ഫഇന്നഹു ലീ, അത് എനിക്കുള്ളതാണ്. വ അന അജ്സി ബിഹി, എല്ലാ അമലിലും 10 ഇരട്ടി പ്രതിഫലമുണ്ട്, അതിലേറെയുണ്ട്. നോമ്പൊഴികെ നോമ്പിൻ്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നിർണ്ണയിച്ചില്ല, ഇത്രയാണെന്ന് പറഞ്ഞില്ല. അള്ളാഹു എത്രയേറെ വാരിക്കോരി കൊടുക്കും എന്നറിയിക്കുന്ന ആകാംക്ഷയുടെ വാക്കാണത്. ഇല്ല സൗം, നോമ്പൊഴികെ. ഫഇന്നഹു ലീ, അത് എനിക്കുള്ളതാണ്. എല്ലാ അമലും അള്ളാഹുവിനുള്ളതാണ്, എല്ലാ അമലും അള്ളാഹ്ക്കുള്ളതാണ്. എന്നിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പിന് മാത്രം പ്രത്യേകമാക്കി പറഞ്ഞു ഫഇന്നഹു ലീ. പണ്ഡിതന്മാർ പറഞ്ഞു, നോമ്പിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് അത് മാത്രം മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ വാചകം മാത്രം മതി നോമ്പിൻ്റെ ശ്രേഷ്ഠത അറിയാൻ. ഫഇന്നഹു ലീ, അത് എനിക്കുള്ളതാണ്. വ അന അജ്സി ബിഹി, അതിന് പ്രതിഫലം ഞാൻ നൽകും. പണ്ഡിതന്മാർ ചർച്ച ചെയ്തു, എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പിന് മാത്രം പ്രത്യേകമാക്കിയത്. വ അന അജ്സി ബിഹി, അതിന് പ്രതിഫലം ഞാൻ കൊടുക്കാമെന്ന് ആ പ്രതിഫലത്തിൻ്റെ കൊടുക്കൽ അള്ളാഹു സ്വയം ഏറ്റെടുത്തത് എന്തുകൊണ്ടാണ്? എല്ലാത്തിനും അള്ളാഹുവാണ് പ്രതിഫലം നൽകുന്നത്, എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിലേക്കാണ് എന്നിരിക്കെ ഇതിനെ മാത്രം എന്തുകൊണ്ട് അള്ളാഹു പ്രത്യേകപ്പെടുത്തി? പല അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു. അതിലൊന്നാണ് നോമ്പെന്ന ആരാധനയുടെ പ്രത്യേകത. അതാരും കാണില്ല. ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരുന്നാലോ നോമ്പുകാരനാണെന്ന് അവൻ്റെ നോട്ടത്തിൽ പിടികിട്ടൂല. നിസ്കരിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് അറിയാൻ പറ്റുമോ നിസ്കരിക്കണം? സ്വതക്ക കൊടുത്താൽ കൊടുത്തവരറിയും, അറിയും. പക്ഷെ നോമ്പിൻ്റെ ഒരു പ്രത്യേകത, നോമ്പുകാരനായി അങ്ങനെ ഇരുന്നാൽ അവൻ വായ കൊണ്ട് ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞാലല്ലാതെ അറിയൂല. ഫിഅല് കൊണ്ട് റിയാഅ് വരാൻ സാധ്യതയില്ലാത്ത, ലോകമാന്യത വരാൻ സാധ്യതയില്ലാത്ത ഒരു ആരാധനയാണ് നോമ്പ് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, നോമ്പിൽ ക്ഷമയുടെ എല്ലാ ഇനങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട്.
ക്ഷമയ്ക്ക് 3 ഇനങ്ങളുണ്ട്, 3 തരം ക്ഷമകളുണ്ട്. ഈ ക്ഷമയുടെ എല്ലാ ഇനങ്ങളും ഉൾക്കൊണ്ട ഒരു ആരാധനയാണ് നോമ്പ് എന്നുള്ളത്. ക്ഷമയ്ക്കാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതാണ്, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമാശീലർക്ക്, ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു വാരിക്കോലി പ്രതിഫലം കൊടുക്കും. ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ കൊടുക്കും. ബിഗൈരി ഹിസാബ്, ഹിസാബില്ലാതെ അജ്റഹും, അവരുടെ പ്രതിഫലം കൊടുക്കുമെന്ന് ക്ഷമയ്ക്ക്. അപ്പോൾ ക്ഷമയുടെ എല്ലാ ഇനവും നോമ്പിലുണ്ട്. ക്ഷമയ്ക്ക് എന്താ? എല്ലാ ഇനങ്ങളും 3 ഇനങ്ങളാണ് ക്ഷമയ്ക്കുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞു ക്ഷമയ്ക്ക് 3 ഇനങ്ങളുണ്ട്. ഒന്ന്, നന്മ ചെയ്യാൻ, അള്ളാഹു കൽപ്പിച്ച കാര്യം ചെയ്യാൻ ക്ഷമ വേണം. ഞങ്ങൾ ഖുതുബയ്ക്ക് വന്നിരുന്നു, നിസ്കരിക്കാൻ ക്ഷമ വേണം. മറ്റ് പണികളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് അള്ളാഹിൻ്റെ കൽപ്പന അനുസരിച്ച് ഇവിടെ വന്നിരിക്കാൻ ഒരു ക്ഷമ വേണം. അത് നന്മ ചെയ്യുന്നതിനുള്ള ക്ഷമയാണ്. തിന്മ ചെയ്യാതിരിക്കാൻ ക്ഷമ വേണം. കള്ളു കുടിക്കാൻ, മദ്യപിക്കാൻ, വ്യഭിചരിക്കാൻ, ഇടം കണ്ടിട്ട് ഹറാമ് നോക്കാൻ അവസരം ഉണ്ടായിരിക്കും, നോക്കില്ല, എൻ്റെ റബ്ബ് കാണുന്നുണ്ട്, തിന്മയിൽ നിന്ന് മാറി നിന്നു. അത് ക്ഷമയുടെ രണ്ടാമതൊരു ഇനമാണ്. നന്മ ചെയ്യാൻ ഒരു ക്ഷമ, തിന്മ ചെയ്യാതിരിക്കാൻ മറ്റൊരു ക്ഷമ. 2 ഇനമായി. ഇനി ഒരു ഇനം കൂടെ ഉണ്ട്, മൂന്നാമത്തെ ഇനം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധിച്ചിട്ടുള്ള വിധിയുടെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ക്ഷമിക്കുക, അക്ഷമനാവാതിരിക്കുക. എന്താണ് അള്ളാഹു എനിക്കിങ്ങനെ വിധിച്ചത് എന്ന വിധിയിൽ, അള്ളാഹുവിൻ്റെ വിധിയിൽ അക്ഷമ പ്രകടിപ്പിക്കാതിരിക്കുക. വിധിയിൽ ഉള്ള പ്രയാസങ്ങളിലുള്ള ഖദറിലുള്ള ക്ഷമ, അതാണ് ക്ഷമയുടെ മൂന്നാമത്തെ ഇനം. ഈ 3 ഇനങ്ങളും നോമ്പ് എന്ന ഒരൊറ്റ ആരാധനയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ല സൗം ഫഇന്നഹു ലീ വ അന ജസീ ബിഹി എന്ന് പറയാൻ കാരണം എന്ന് സാജിദ പണ്ഡിതന്മാർ പറഞ്ഞു. കാരണം നോമ്പ് അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിക്കുമ്പോഴാണ്. റമദാനിൽ നിർബന്ധ നോമ്പാണ്, പിടിക്കണം എന്ന് അള്ളാഹു പറഞ്ഞു. അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്താക്കി. അപ്പോൾ ആ അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിക്കുകയാണ് നോമ്പ് പിടിക്കുന്നതിലൂടെ. അപ്പോൾ കൽപ്പന സ്വീകരിക്കുന്നതിലൂടെയുള്ള ക്ഷമ അവിടെ വന്നു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിൽ പറഞ്ഞതാണ് എന്ത്? പാനീയം, ഭക്ഷണപാനീയം വെടിയണം, അത് കഴിക്കരുത്, ഹറാമ് നോക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ തിന്മകൾ ചെയ്യാതെയുള്ള ക്ഷമയും നോമ്പിലൂടെ വന്നു. പിന്നെ വിധിയിൽ പ്രയാസമുണ്ടാകുമ്പോഴുള്ള ക്ഷമ, സ്വാഭാവികമായി നോമ്പുകാരന് വിശക്കും, ദാഹിക്കും, പ്രയാസമുണ്ടാവും. അപ്പോൾ ആ വിധിയിലുള്ള ക്ഷമയും നോമ്പുകാരന് വന്നു. അപ്പോൾ നോമ്പ് പിടിക്കുന്നതിലൂടെ ക്ഷമയുടെ 3 ഇനങ്ങളും ഒരു സത്യവിശ്വാസി അനുഭവിക്കുന്നുണ്ട്, ക്ഷമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമാശീലർക്ക് അവരുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരി കണക്കില്ലാതെ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നോമ്പുകാരൻ ഈ ക്ഷമയുടെ ഇനങ്ങളെല്ലാം വരുന്നത് കൊണ്ടാണ് എന്ന് ചില കൂട്ടർ പണ്ഡിതന്മാർ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നോമ്പിൻ്റെ പ്രതിഫലം കണക്കറ്റതാണ്, അളവറ്റതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും അളവറ്റ പ്രതിഫലം ലഭിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷം ഹദീസിൽ കാണാം, യദഉ ശഹ്വതഹു വ തആമഹു മിൻ അജലി, അവൻ്റെ ഇച്ഛ, അവൻ്റെ ഭക്ഷണപാനീയങ്ങൾ അവൻ എനിക്ക് വേണ്ടിയാണ് ഒഴിവാക്കിയത്. ഭക്ഷണപാനീയങ്ങൾ അവൻ അനുവദനീയമായിരുന്നു, സുബഹി വരെ അവനത് ഒഴിവാക്കി. ഭാര്യയുമായിട്ടുള്ള ബന്ധം, അവന് ശാരീരികമായി ബന്ധം അവന് അനുവദനീയമായിരുന്നു, അതവൻ ഒഴിവാക്കി. മിൻ അജിലി, എനിക്ക് വേണ്ടിയാണ്, എല്ലാ അവസരങ്ങളും അവൻ്റെ മുന്നിലുണ്ട്. പക്ഷേ അവൻ മഗ്രിബ് വരെ എനിക്ക് വേണ്ടി, മറ്റാരും കാണില്ല, പക്ഷേ അള്ളാഹു കാണും, അള്ളാഹ്ക്ക് വേണ്ടി അവൻ മാറ്റിവെച്ചു. ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് കാണാം, ലിസ്സായിമി ഫർഹത്താൻ, നോമ്പുകാരന് 2 സന്തോഷങ്ങളുണ്ട്. ഫർഹത്തുൻ ഇൻദ റബ്ബി ഇൻദ ഫിത്രിഹി വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. നോമ്പുകാരന് 2 സന്തോഷമാണ്. ഒന്ന് ദുനിയാവിൽ കിട്ടുന്ന സന്തോഷമാണ്, മറ്റേത് ആഖിറത്തിൽ കിട്ടുന്ന സന്തോഷമാണ്. എന്താ ദുനിയാവിൽ കിട്ടുന്ന സന്തോഷം? അത് നോമ്പ് തുറക്കുന്ന സമയത്ത്, ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, നോമ്പ് തുറക്കുന്ന സമയം. നോമ്പ് തുറക്കുന്ന സമയം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച ഒരു നോമ്പ്, അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് എനിക്ക് ലഭിച്ചു. ഒരു ഇബാദത്ത് പൂർത്തിയാക്കാൻ പറ്റിയ, അള്ളാഹു ഇഷ്ടപ്പെടുകയും അള്ളാഹു തൃപ്തിപ്പെടുകയും ചെയ്യുന്ന രൂപത്തിൽ ഒരു കർമ്മം പൂർത്തിയാക്കാൻ പറ്റുന്ന വലിയ അനുഗ്രഹമാണ്. അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ നിഅമത്താണ്. അള്ളാഹുവിൻ്റെ ഒരു ഇബാദത്ത് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റി. നമുക്ക് മതപരമായി ലഭിക്കുന്ന നോമ്പ് തുറക്കുമ്പോഴുള്ള ഒരു സന്തോഷമാണത്. പിന്നെ പ്രകൃതിപരമായി അത്ര നേരം വിശന്ന് ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ നമ്മുടെ നാഡിഞരമ്പുകൾ നനയുമ്പോൾ, നമ്മുടെ ദാഹം അത് പോകുമ്പോൾ, വിശപ്പ് അത് അടങ്ങുമ്പോൾ സ്വാഭാവികമായി നമുക്ക് അങ്ങനെ ഒരു ഉന്മേഷം വന്ന് ആ രൂപത്തിലുള്ളൊരു സന്തോഷവും നമുക്കുണ്ടാകും. ആണ് ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, നോമ്പ് തുറക്കുമ്പോൾ നോമ്പുകാരൊരു സന്തോഷമുണ്ട്.
വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, നാളെ പരലോകത്ത് ഈ നോമ്പിൻ്റെ പ്രതിഫലം കിട്ടുമ്പോൾ അവനൊന്ന് സന്തോഷിക്കാനുണ്ട്. നാളെ പരലോകത്ത് ഈ നോമ്പുകാരൻ്റെ പ്രതിഫലം അത് ലഭിക്കുമ്പോൾ അവനൊരു സന്തോഷമാണ്. അങ്ങനെ രണ്ട് സന്തോഷങ്ങൾ, ഒന്ന് ദുനിയാവിലും ഒന്ന് ആഖിറത്തിലുമുള്ള രണ്ട് സന്തോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുകാരനുണ്ട് എന്ന് പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന ഫിൽ ജന്നതി ബാബൻ, സ്വർഗത്തിലൊരു കവാടമുണ്ട്, യുഖാലു ലഹു അർ-റയ്യാൻ, ആ കവാടത്തിൻ്റെ പേര് അർ-റയ്യാൻ എന്നാണ്. യദ്ഖുലു മിൻഹു സ്സായിമൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ പരലോകത്ത് നോമ്പ് പിടിച്ചവർ പ്രവേശിക്കുന്ന കവാടമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള തൗഫീക്ക് നമുക്ക് അനുഗ്രഹിക്കട്ടെ. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, അവരല്ലാത്ത ആ നോമ്പുകാരല്ലാത്തവരൊന്നും ആ കവാടത്തിലൂടെ പ്രവേശിക്കൂല. അന്ന് ചോദിക്കപ്പെടും, ഐന സ്സായിമൂൻ, നോമ്പുകാരെവിടെ? ഫയഖൂമൂൻ, അവർ എഴുന്നേക്കും. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, അവരല്ലാത്തവരാരും ആ കവാടത്തിലൂടെ പ്രവേശിക്കൂല. ഫൈദാ ദഖലു, അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉഗ്ലിഖ, അത് അടയ്ക്കപ്പെടും. ഫലം യദ്ഖുൽ മിൻഹു അഹദുൻ, പിന്നെ ആരും അതിൽ പ്രവേശിക്കൂല. അങ്ങനെ നോമ്പുകാർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് സ്വർഗീയ കവാടങ്ങളിൽ ഒരു കവാടം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, റമദാനിലെ നോമ്പ് മാത്രം പിടിക്കുന്നവർക്കല്ല റയ്യാൻ എന്ന കവാടം, മറിച്ച് റമദാനിലെ നിർബന്ധ നോമ്പും അതിനു പുറമെ സുന്നത്തായ നോമ്പുകളും കഴിവിനനുസരിച്ച് പിടിക്കുന്നവർക്കാണ് അതിലൂടെ ഒരു നോമ്പുകാരനായവൻ അഹ്ലുസ്സായിം, അഹ്ലുസ്സിയാം, നോമ്പിൻ്റെ ആളായ സുന്നത്ത് നോമ്പുകളും കൂടി വർദ്ധിപ്പിച്ച് ആ രൂപത്തിൽ നോമ്പുകാരനായ ഒരുവനാണ് റയ്യാൻ എന്ന സ്വർഗീയ കവാടം ലഭിക്കുക എന്ന്. റയ്യാൻ എന്ന കവാടവുമായി ബന്ധപ്പെട്ട മറ്റ് ഹദീസുകളിൽ കാണാം, അതിലൂടെ ആരെങ്കിലും പ്രവേശിച്ചാൽ ലം യൽമ അബദ, പിന്നെ ദാഹിക്കൂല അവന്. അതിൽ നിന്ന് കുടിച്ചാൽ ഫമൻ ശരിബ ലം യൽമ അബദ, പിന്നെ അവനൊരിക്കലും ദാഹിക്കില്ല. റയ്യാൻ എന്ന പദം, അതിലൊരു രഹസ്യം നമ്മൾ പരിശോധിച്ചാൽ കാണാം, റിയ്യ് എന്ന അറബി പദത്തിൽ നിന്നാണ് റയ്യാൻ വന്നത്. റിയ്യ് എന്ന അറബി പദം ദാഹം എന്നതിൻ്റെ നേരെ വിപരീതമാണ്. ദാഹിക്കുക എന്നതിൻ്റെ നേരെ വിപരീതമാണ് റിയ്യ്. അതിൽ നിന്നാണ് റയ്യാൻ എന്ന പാഠം. നോമ്പുകാർ വിശപ്പും ദാഹവും സഹിച്ചവരാണ്. അവർക്ക് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്ന കവാടത്തിൻ്റെ പേരാണ് റയ്യാൻ എന്ന്. മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം ഒരടിമ നോമ്പെടുത്താൽ ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമി വജ്ഹഹു അനിന്നാരി 70 ഖരീഫ, 70 വർഷത്തോളം ആ ഒരു ദിവസം അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നോമ്പെടുത്തതിൻ്റെ ഭാഗമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് അകറ്റുമെന്നാണ്. 70 വർഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് അകറ്റും ഒരു ദിവസം അള്ളാഹിൻ്റെ മാർഗത്തിൽ നോമ്പെടുത്താൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നോമ്പെടുക്കാൻ പറ്റുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ആ ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നോമ്പെടുക്കുക എന്ന് പറഞ്ഞത് പണ്ഡിതന്മാർ വിശദീകരിച്ചു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തുകൊണ്ട് നോമ്പെടുക്കുക എന്നാണ്. മറ്റൊരു വിശദീകരണം അതിന് നൽകി, അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് എന്തെങ്കിലും ഇബാദത്ത്, ഇപ്പോൾ ഹജ്ജിന് പോവുകയാണ് നോമ്പെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ കുടുംബബന്ധം ചേർക്കുകയാണ്, അല്ലെങ്കിൽ ദീൻ പഠിക്കാൻ പോവുകയാണ്, അങ്ങനെ ഒരു അള്ളാഹുവിൻ്റെ മാർഗത്തിലായിക്കൊണ്ട് നോമ്പെടുക്കലാണ് അവിടുത്തെ ഉദ്ദേശമെന്ന് പറഞ്ഞു. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, അല്ല, അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നോമ്പെടുത്താൽ ഈ പ്രതിഫലം ലഭിക്കുമെന്ന്. ഏതായാലും നാം പ്രതീക്ഷിക്കുന്നതിലേറെ, നാം ഭാവന ചെയ്യുന്നതിലേറെ പ്രതിഫലങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു ഇബാദത്താണ് നോമ്പ് എന്നുള്ളത്. 33 അധ്യായം സൂറത്തുൽ അഹ്സാബിൻ്റെ 35-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്സായിമീന വസ്സായിമാത്ത്, നോമ്പെടുക്കുന്ന വ്രതമനുഷ്ഠിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും അദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വ അജ്റൻ അദീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പാപമോചനവും വമ്പിച്ച പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന്. പാപമോചനം നോമ്പിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പൊറുക്കും. പിന്നെയോ നോമ്പ് എന്ന ഇബാദത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, അത് നമ്മുടെ മുൻഗാമികൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പുള്ള നമ്മുടെ പൂർവികർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയ ഒരു ആരാധനയാണ് നോമ്പ് എന്നുള്ളത്. ഞാൻ മുമ്പ് വിശദീകരിച്ചിരുന്നു, നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം
ആദം നബി മുതൽ വന്ന എല്ലാ പ്രവാചകന്മാരുടെയും അവരുടെ പ്രബോധിത സമൂഹത്തിൻ്റെയും വിശ്വാസം ഒന്നാണ്. എന്നാൽ അവരുടെ കർമ്മങ്ങളിൽ നമുക്കുള്ളതുപോലെയുള്ളൊരു മതകർമ്മമായിരിക്കില്ല അള്ളാഹു ഒരു വേള അവർക്ക് നിയമമാക്കിയിട്ടുള്ളത്. എന്നാൽ നോമ്പിൻ്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 183-ാമത്തെ ആയത്തിൽ പറഞ്ഞു, കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. അഥവാ നമുക്ക് മുമ്പുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയ ശരീഅത്താക്കിയ ഒരു ആരാധനയാണ് നോമ്പ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ പ്രതിഫലങ്ങളൊക്കെയും ലഭിക്കുന്ന രൂപത്തിൽ നോമ്പുകാരുടെ കൂട്ടത്തിലായി ജീവിച്ച് മരിച്ച് നാളെ പരലോകത്ത് അവരുടെ കൂട്ടത്തിലായി ഉയർത്തെഴുന്നേൽക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കുമേകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകളൊക്കെയും പാലിച്ചുകൊണ്ടും തന്നെ മരണം വരെയും ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കുമേകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സത്യവിശ്വാസി സഹോദരങ്ങളെ, റമദാൻ നമ്മിലേക്ക് വരുന്നതിന് മുമ്പ് നോമ്പുമായി ബന്ധപ്പെട്ട നോമ്പിൻ്റെതായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയിച്ചു തന്ന ശ്രേഷ്ഠതകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി റമദാനിൻ്റെ എന്തൊക്കെ ശ്രേഷ്ഠതകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ അതൊക്കെ നോമ്പ് ഇതിൽ വരുന്നുണ്ട്. റയ്യാൻ എന്ന കവാടം അതൊഴിച്ചു നിർത്തിയാൽ ബാക്കിയൊക്കെ റമദാനിൽ നോമ്പെടുക്കുന്നതോടുകൂടിയും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന പ്രതിഫലങ്ങളാണ്, ശ്രേഷ്ഠതകളാണ്. അപ്പം അതും കൂടി ഒരുമിച്ച് കൂട്ടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം അടിവരയിട്ട് നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ട ഒന്നാണ്, ഈ പറഞ്ഞ പ്രതിഫലങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ നോമ്പിൻ്റെ ഇഖ്ലാസ്, അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ നോമ്പെടുക്കുന്നത് എന്നത് ഏറ്റവും നല്ല പോലെ ശരിയാകേണ്ടതുണ്ട്. വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതാണ് ഇഖ്ലാസ്, നമ്മുടെ നോമ്പിലെ ഇഖ്ലാസ്. നമ്മൾ വേറെ ആർക്കും വേണ്ടിയല്ല നോമ്പെടുക്കുന്നത്. റമദാനിലെ മറ്റ് ഇബാദത്തുകൾ അന്വേഷിക്കുന്നത്. നാട്ടുകാരൊക്കെ നോമ്പെടുക്കുകയാണ്, എല്ലാവരും നോമ്പിലാണ്. അത് ഒരു ചര്യ, ഒരു രാവിലെ നമ്മൾ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ച് നമ്മളെ ജോലിക്ക് പോകുന്ന പോലെ എല്ലാ വർഷവും ഇങ്ങനെ ഒരു റമദാൻ മാസം വരുമ്പോൾ ഒരു നോമ്പെടുക്കലല്ലേ? അല്ല, നമുക്കങ്ങനല്ല. അതാണ് ഞാൻ ആദ്യത്തിൽ പറഞ്ഞത്, അള്ളാഹു ഓരോ മുസ്ലിമിൻ്റെ മേലെ, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ച ഒരു സത്യവിശ്വാസിയാണ്. നാളെ മരിച്ച ശേഷം സ്വർഗവും നരകവും എന്ന 2 ലോകങ്ങൾ വരാനുണ്ട്, ഒരു പരലോകം വരാനുണ്ട്, ഒരു വിചാരണ വരാനുണ്ട്. ഈ ആകാശവും ഭൂമിയും വെറുതെ സൃഷ്ടിച്ച ഒന്നല്ല, ഇതിൻ്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ട്, ഈ മനുഷ്യ സൃഷ്ടിപ്പിനൊരു ലക്ഷ്യമുണ്ട് എന്നറിഞ്ഞവനും വിശ്വസിച്ചവനുമാണ് ഞാൻ. ആ അള്ളാഹു എനിക്ക് നിർബന്ധമാക്കിയതാണ് റമദാനിലെ നോമ്പ്. ആ നോമ്പാണ് ഞാൻ പിടിക്കുന്നത്. അത് പിടിക്കുന്നതിൽ ആ അള്ളാഹുവിൻ്റെ ഇഷ്ടം മാത്രമേ എനിക്ക് ലക്ഷ്യമുള്ളൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ആ നെയ്യത്ത് ഇങ്ങനെ പുതുക്കിയാണ് നമ്മൾ നോമ്പ് പിടിക്കേണ്ടത്. റുബ്ബ സായിമിൻ ഹദ്ദുഹു മിൻ സിയാമിഹി അൽ ജൂഉ വൽ അത്ഷ്. എത്ര നോമ്പുകാരാണ്, അവരെ നോമ്പിൽ നിന്ന് അവർക്ക് ഉപകാരം ഉണ്ടായത് എന്താണ്? കുറേ ദാഹവും വിശപ്പും മാത്രം. റുബ്ബ ഖായിമിൻ ഹദ്ദുഹു മിൻ ഖിയാമിഹി അസ്സഹർ. എത്ര രാത്രി നിസ്കാരക്കാരാണ്, അവരുടെ നിസ്കാരം കൊണ്ട് അവർക്ക് മിച്ചമായത് കുറേ നിന്നു, കുറേ നൃത്തം ബാക്കിയാക്കി എന്നല്ലാതെ വേറൊന്നും ഉണ്ടായില്ല എന്ന്. അഥവാ ഒരു ഇഖ്ലാസുൻ നിയ്യ, അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്തത് എന്ന, അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന ഒരു ഇഖ്ലാസുൻ നിയ്യത്ത് ഇല്ലാതെയാണ് ഒരു നോമ്പെടുത്തത്. ഒരു പതിവ് ചര്യ പോലെ, അവർ നിസ്കരിച്ചത് ഒരു പതിവ് ചര്യ പോലെ. അങ്ങനെ ഒരു പതിവ് ചര്യയുടെ ഒരാൾക്കാരായി നമ്മൾ മാറാതിരിക്കുക. നമ്മൾ മറിച്ച് കൃത്യമായ ബോധ്യത്തോടുകൂടി, കൃത്യമായ ദൃഢവിശ്വാസത്തോടുകൂടി, വളരെ ആത്മാർത്ഥമായ ഇഖ്ലാസോടുകൂടി, ഇഖ്ലാസിനെ പറ്റി മുമ്പ് നമ്മൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞതാണ്, ആ വാക്കിൻ്റെ ഭാഷാർത്ഥം തന്നെ
ഒരു പശുവിൻ്റെ അകിടിൽ നിന്ന് ചാണകത്തിൻ്റെയും രക്തത്തിൻ്റെ ഇടയിൽ നിന്നും പാല് വരുമ്പോൾ അതിൻ്റെ യാതൊരു കലർപ്പുമില്ലാതെയാണ് പാല് വരുന്നത്. അത്രയും തനിമയോടുകൂടി അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിക്കുക. അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിക്കുന്നിടത്ത് മറ്റൊരു ലക്ഷ്യവും ആ നോമ്പിലൂടെ നമുക്കില്ല. നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അത്രയും തനിമയോടുകൂടി ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ചാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത്. നമ്മുടെ പൂർവികരൊക്കെ അങ്ങനെ എടുത്താണ് നമുക്ക് മാതൃക കാണിച്ചത്. അതിലൊരു വളരെ നമുക്ക് ആശ്ചര്യം തോന്നുന്ന പൂർവികരുടെ ഒരു ചരിത്രം കാണാൻ പറ്റും. ഒരു മഹാനെ പറ്റി പറയുന്നത്, അദ്ദേഹം വർഷങ്ങളോളം സുന്നത്ത് നോമ്പെടുത്തു എന്നാണ്. ആ നോമ്പെടുത്തത് വീട്ടുകാരറിഞ്ഞിട്ടില്ല. രാവിലെ ഭക്ഷണവുമായി നോമ്പുകാരനായി പുറത്തിറങ്ങും, വഴിയിൽ ആ ഭക്ഷണം സ്വതക്ക ചെയ്യും, തിരിച്ച് വൈകുന്നേരം കയറി വരും. നോമ്പുകാരനാണെന്ന് വീട്ടുകാരറിയാതെ വർഷങ്ങളോളം നോമ്പെടുത്ത പൂർണ്ണ ഇഖ്ലാസുള്ള പൂർവികരാണ് നമുക്ക് ആ വിഷയത്തിൽ മാതൃക. അപ്പം അവിടെ ആര് കാണും ആര് കാണില്ല എന്നതല്ല, നമ്മുടെ മനസ്സിലെ നെയ്യത്താണ് പ്രധാനം. അള്ളാഹുവിന് വേണ്ടി മാത്രമാകുന്നു, പടച്ചവൻ്റെ തൃപ്തി മാത്രം, അള്ളാഹുവിൻ്റെ ഇഷ്ടവും അള്ളാഹുവിൻ്റെ പ്രതിഫലവും അതാണല്ലോ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. അപ്പോൾ ആ ഒരു തൃപ്തിയും പ്രതിഫലവും മാത്രം കാക്ഷിച്ചുകൊണ്ട് നോമ്പെടുക്കാനും രാത്രി നിസ്കരിക്കാനും മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യാനും പറ്റുക, അതിന് കഴിയുക എന്നിടത്താണ് നമ്മുടെ ഇഹപര വിജയം ഇരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നന്മകൾ നേടിയെടുക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ കൂട്ടി ഇഹലോകത്തും പരലോകത്തും വിജയികളാകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബക്കാർക്കും സത്യവിശ്വാസികളാണ് നമ്മുടെ സഹോദരങ്ങളും എല്ലാ സുഹൃത്തുക്കൾക്കും ആ രൂപത്തിൽ ഉയരാനുള്ള തൗഫീഖ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ എത്രയും വേഗം ദൂരീകരിച്ച് പൂർണ്ണ ആഫിയത്ത് നൽകി അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ സൽക്കർമ്മങ്ങളിൽ മുന്നേറാനുള്ള തൗഫീഖ് അള്ളാഹു ഓരോരുത്തർക്കും വേണ്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ ഇഹലോകത്തും പരലോകത്തും നമുക്ക് കൺകുളിർമയാകുന്ന ഖിയാമത്ത് നാൾ വരെ നമ്മുടെ ഖബറിലേക്ക് ഒരു നന്മയുടെ ഓഹരി എത്താൻ കാരണമാകുന്ന മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا ولوالدينا ولأساتذتنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.